ADM നവീൻ ബാബു എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്ന സമയം തൊട്ടേ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. പ്രശാന്തൻ എന്ന് പറയുന്നവനാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് കൃത്യമായിട്ട് ഒരു ഫ്രോഡ് അല്ലെന്നുണ്ടെങ്കിൽ ക്രിമിനൽ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ഇത്രയും കാര്യം ചെയ്ത ഒരാളെ ക്രിമിനൽ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് ഈ പറയുന്ന ഒരു വ്യക്തി ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ 2 ഒപ്പിടുക. ഇവിടെ ഈ ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോലീസ് അറസ്റ്റും ബാക്കി കാര്യങ്ങളും നടക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടുള്ള വ്യക്തിക്കെതിരെ യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കാതിരിക്കുക, അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു പൂട്ട് പൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് കൃത്യമായിട്ട് ഒരു സംരക്ഷിത വലയം നിർമ്മിച്ചുകൊണ്ട് ആരൊക്കെയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. PP ദിവ്യയ്ക്ക് കൊടുക്കുന്ന സംരക്ഷണം അതിലപ്പുറമാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ADM നവീൻ ബാബു മരിച്ചപ്പോൾ മുതൽ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന CPIM പോലുള്ള പാർട്ടിക്കാർ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം അതിലൊരു ഈ പറയുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ എത്രയോ കാലങ്ങളായിട്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ കൃത്യമായിട്ട് സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇരയ്ക്ക് തന്നെ നീതി ലഭിക്കണമെന്ന് പൊതുവേ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് PP ദിവ്യയ്ക്ക് ജാമ്യമടക്കം ആദ്യം നിഷേധിക്കുന്നു, പിന്നീട് കൊടുക്കുന്നു. ആ സമയം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വെളിവായിക്കൊണ്ടിരുന്നതാണ്. ആരൊക്കെയാണ് മുൻനിരയിലേക്ക് വന്നിട്ട് ഒരുപാട് സന്തോഷമുണ്ട് PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിൽ നിന്ന് പറഞ്ഞതിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ് ഇത് ഇരയുടെ കൂടെ എന്ന് പറയുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട നീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം പോലെ വിജിലൻസ് റിപ്പോർട്ട് വരുന്ന സമയത്ത് പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് ADMന് അല്ലെങ്കിൽ ADM അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, പ്രശാന്തൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്നതിന് യാതൊരു തെളിവും ഇല്ലെന്നുള്ള റിപ്പോർട്ട് വരുന്ന സമയത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കാനുള്ള ഒരു സാമാന്യ ബോധമുണ്ടല്ലോ, അതുപോലും ചെയ്യാതെ മൗനം പാലിക്കുന്ന നേതാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു, കൃത്യമായിട്ട് ആരെയാണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ അന്വേഷണം തുടങ്ങുന്നത് മുതൽ ഇന്ന് വരെ കൃത്യമായിട്ട് അപാകതകൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കൃത്യമായിട്ട് ADM നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി ഒരു കുറ്റക്കാരനായിരുന്നു, അദ്ദേഹം ഈ പറയുന്ന ഒരു കൈക്കൂലിക്കാരനായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നിൽക്കുന്ന പോലീസ് അധികൃതർ പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന റിപ്പോർട്ടുകളാണ്. ഈ ഒരു CCTV ദൃശ്യം മാത്രമാണ് വെളിയിൽ വന്ന് എല്ലാവരും കണ്ടുള്ള ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് പ്രചരിച്ചത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ഭയങ്കരമായിട്ട് മുന്നിലേക്ക് വരികയും എല്ലാവരും പ്രതികരിക്കുകയും ചെയ്ത സമയത്ത് ഇതിനൊരു മറുപടി കൊടുക്കണമായിരുന്നു. അതായത് പ്രശാന്തൻ PP ദിവ്യ സേഫ് ആക്കി വെക്കണമായിരുന്നു. അതിനുവേണ്ടി കുറ്റക്കാരനാക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു CCTV ദൃശ്യം തന്നെയാണ് ആരാണ് അതെടുത്ത് വെളിയിലേക്ക് വിട്ടതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പറയുന്ന അതോറിറ്റി തന്നെയാണ് വിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു CCTV ദൃശ്യം എടുക്കാനുള്ള അത്രയും ആ ഒരു ഗട്ട്സും ആ ഒരു സമയവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ബാക്കി ഒരു ദൃശ്യങ്ങളുമില്ല. ഈ പറയുന്ന അദ്ദേഹം താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട സ്ഥലത്തൊന്നും CCTV ദൃശ്യങ്ങൾ ഇല്ലെന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം നടന്നു പോകുന്നു, ADM നടന്നു പോകുന്നു, പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെല്ലുന്നു, എന്തോ സംസാരിക്കുന്നു, പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഈ ഒരു ദൃശ്യം മാത്രം പെട്ടെന്ന് വിടുക. കാരണം ഇവിടെ ഒരു മിസ്ലീഡിംഗ് ആണ് നടക്കുന്നതെന്ന് പറയുന്നത്. ഈ ഒരു ദൃശ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കൂട്ടം ആൾക്കാരെങ്കിലും പറയും, വെളിയിലേക്ക് അദ്ദേഹത്തിന് വണ്ടി ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ക്വാർട്ടേഴ്സിലേക്ക് നടന്നു പോകുന്നു, ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ വരുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിരിക്കും കൈക്കൂലിയുടെ കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞ് ഒരു സെറ്റിൽമെന്റ് ആക്കി വെച്ചിരിക്കുക. പിറ്റേ ദിവസം അദ്ദേഹം ക്വാർട്ടേഴ്സിൽ ചെന്ന് കാണും, കൈക്കൂലി കൊടുത്തിരിക്കും. ഈ കാര്യം കാരണം ക്വാർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊന്നും CCTV ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് CCTV ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാ വ്യക്തികളും ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടൊരു കാര്യമാണ് ഇത് കള്ളമോ ചതിയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ പോയി കൈക്കൂലി കൊടുത്തിരുന്നു എന്ന് പറയുന്ന ആ തീയതിയത്തെ CCTV ദൃശ്യങ്ങൾ മാത്രം മതി. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് വ്യക്തമാവുന്ന കാര്യമാണല്ലോ പ്രശാന്തൻ ക്വാർട്ടേഴ്സിലേക്ക് കയറിയിട്ടുണ്ടോ, അയാളുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അയാൾ എത്ര മണിക്ക് തിരിച്ചു വന്നു എന്നുള്ള കാര്യം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളുമില്ല, തെളിവുകളുമില്ല എന്ന് പറയുന്ന സമയത്ത് പോട്ടെ, അറ്റ്ലീസ്റ്റ് മരിക്കാൻ പോയ ഒരു വ്യക്തി, ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു കുറിപ്പ് പോലും 2 പെൺമക്കളുള്ള, അതായത് വിവാഹപ്രായം അല്ലെങ്കിൽ ആ കല്യാണം ഇനി നടക്കേണ്ട, അതെന്ന് പറയുന്ന ഒരു അച്ഛനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഈ അച്ഛൻ സ്ഥാനത്ത് നിൽക്കുന്ന പെൺമക്കളുടെ കല്യാണം എന്നൊക്കെ പറയുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്, അവരുടെ സ്വപ്നങ്ങളിൽ ഒന്നാണ്. അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് എന്തോ ഒരു സിറ്റുവേഷൻ വരട്ടെ, എന്ത് തന്നെ വലിയ സിറ്റുവേഷൻ ആയാലും അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിരിക്കട്ടെ, ആ സിറ്റുവേഷനിൽ ആയാൽ പോലും ഉറപ്പായിട്ടും അവർക്ക് എന്തെങ്കിലും
എന്തെങ്കിലും ഒരു സന്ദേശമോ എന്തെങ്കിലും ഒരു കാര്യം മരണക്കുറിപ്പോ എഴുതി വെക്കാതെ ഒരു ഉദ്യോഗസ്ഥനും മരണപ്പെടില്ല. കാരണം ഇദ്ദേഹത്തിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ 19 വയസ്സിൽ പോലും ഈ പറയുന്ന ഇങ്ങനൊരു ഉദ്യോഗസ്ഥനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജോലിയിലേക്ക് പ്രവേശിച്ച വ്യക്തിക്ക് ഇത്രയും നീണ്ട കാലത്തെ സർവീസ് എക്സ്പീരിയൻസ്, അത് പലതരത്തിലുള്ളതാവാം, നല്ലതാവാം ചീത്തയാവാം, അങ്ങനെ എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസുകളിലെയും എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാടും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. പി ദിവ്യയെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസംഗത്തിലൂടെയൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഞാൻ ഈ പറയുന്ന സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടുള്ള സമയങ്ങളിൽ ഒരുപാട് എഡിയുമായിട്ട് ഈ പറയുന്ന മിങ്കിൾ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എന്നെ വിളിക്കാറും എടുക്കാറും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ഈ ഒരു എഡിയും. ശരിയാണ്, ഈ ഒരു എഡിയും വ്യത്യസ്തനായിരുന്നു. കാരണം ഇവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് കൃത്യമായിട്ട് അപ്പോഴേ തന്നെ യെസ് മൂളുക അല്ലെങ്കിൽ ഓച്ഛാനിച്ച് നിൽക്കാൻ തയ്യാറാവാതിരുന്ന കൃത്യമായിട്ട് നട്ടലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് മൂട് താങ്ങികളെ മാത്രം കണ്ടിട്ടുള്ളവർക്ക് അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ കണ്ട സമയത്ത് പിടിക്കില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും അറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇത്രയും കൃത്യമായിട്ട് അദ്ദേഹം പോകാനിരുന്ന ഈ പറയുന്ന പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്ന ആ ദിവസം അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പറഞ്ഞയക്കൽ ചടങ്ങുകളോ അങ്ങനെ ഒന്നും വേണ്ട, യാത്രയപ്പ് വേണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടും അവിടെ കളക്ടർ ഇടപെടുന്നു. കൃത്യമായിട്ട് ഒരു അത്തരത്തിലൊരു എന്താ പറയുന്നത് ഒരു ചടങ്ങ് കരുതിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്നു. അത് ടൈം പോലും പിന്നീട് മാറ്റുന്നു. പി ദിവ്യയ്ക്ക് വേണ്ടി തന്നെയാണ്. കാരണം പി ദിവ്യയ്ക്ക് അവിടെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു രാവിലെ. അപ്പം അതിൽ നിന്ന് വൈകുന്നേരം എന്ന് പറയുന്നൊരു ടൈം പീരീഡിലേക്ക് കൃത്യമായിട്ട് മാറ്റി കൊടുക്കുന്നു. എന്നിട്ട് പി ദിവ്യയ്ക്ക് ആ ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നായിട്ട് കൃത്യമായിട്ട് അവിടെ നിന്നുള്ള ഈ പറയുന്ന നമുക്ക് പറയത്തില്ലേ ചില രാജന്മാർ കോൾ ചെയ്യുന്നു, എന്നിട്ട് പറയുകയാണ് പരിപാടി തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയിക്കുന്നു. അത് മറ്റൊരു തരത്തിലേക്ക് പോകുന്നു. അതിൽ ഇങ്ങനെ ഒരു പൊതു ചടങ്ങ് പോലുള്ള ഒരു സ്വകാര്യ ചടങ്ങായിട്ടാണ് ഇത് നടത്തിയെന്ന് പറയുന്നത്. ആ ഒരു ചടങ്ങിലേക്ക് ഈ പറയുന്ന ക്യാമറാമാനെ അടക്കം വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം അതൊക്കെ ഈ പറയുന്ന ഷൂട്ട് ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന അതോറിറ്റിക്ക്, അതായത് കളക്ടർ എന്ന് പറയുന്ന അതോറിറ്റിക്ക് കൃത്യമായിട്ട് തടയാനുള്ള എല്ലാ റൈറ്റ്സും ഉള്ള സമയത്ത് ചുമ്മാതെ ഈ പറയുന്ന ഇത്തരത്തിലൊരു ജില്ലാ പ്രസിഡന്റിന്റെ മുന്നിൽ ഓച്ഛാനിച്ച് മൂട് താങ്ങിയായിട്ട് നിൽക്കുന്ന ഒരു കളക്ടറാണ് നമ്മളവിടെ കാണുന്നതെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒറ്റ അലംഭാവം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഇത്രയധികം ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് തുടങ്ങിയ സമയത്തെങ്കിലും നിർത്തൂ, ഇതിനപ്പുറത്തേക്ക് മാറ്റി വെക്കൂ എന്ന് പറയാനുള്ള ഗട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഗട്ട്സ് ഉള്ള ആൾക്കാർ മാത്രമായിരിക്കണം ഈ പറയുന്ന ജില്ലാ കളക്ടറായിട്ട്. കാരണം ഒരു നാടിനെ മുന്നോട്ട് നയിക്കേണ്ട, നാടിന്റെ നല്ല കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരാൾക്ക് അതിനുള്ള ആർജവം ഇല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ ഒരു തരത്തിലുള്ള യോഗ്യനല്ല എന്ന് തന്നെ പറയേണ്ടതാണ്. അപ്പം സ്വാഭാവികമായിട്ടും അത് സപ്പോർട്ട് തന്നെയാണ്. അവിടെ മിണ്ടാതിരിക്കുന്ന, മൗനം പാലിക്കുന്ന, തുടക്കം മുതൽ ഇവരെപ്പം സംസാരിച്ചു തുടങ്ങി ഒരു 7 മിനിറ്റ് നേരത്തേക്ക് കൃത്യമായി വെള്ളം കൂടി ചായ കൂടി ഇത് മാത്രമായിട്ട് നടക്കുന്നു. വാ മൂടി കെട്ടുക എന്നൊരു സംഭവം ഈ ഓച്ചാഴ്ച നിൽക്കുന്നതിനൊരു തെളിവാണല്ലോ. എന്നിട്ട് അത് നടത്തി കൊടുത്തതിന് ശേഷം അദ്ദേഹം കൃത്യമായിട്ട് ഇങ്ങനൊരു കാര്യം അത് പത്തനംതിട്ടയിലും ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും ചാനലിനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അത് മൊത്തം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും വൈറലാക്കുന്നു. അദ്ദേഹത്തിന്റെ മാനം കെടുത്തുക, അതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മഹത്യ തന്നെയാണ്. നാണം കെട്ട് കൃത്യമായിട്ട് ഇത്രയും നല്ലൊരു മനുഷ്യൻ സ്വയമായിട്ട് വിരമിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറാനായിട്ട് കുറച്ചധികം നാളുകൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു റെഡ് മാർക്ക് വീഴാൻ പോകുന്ന കാര്യം ആലോചിക്കുമ്പം ഏതൊരു മനുഷ്യനും അത് സഹിക്കാൻ പറ്റത്തില്ല. അതിൽ നിന്ന് എങ്ങനെ അതിജീവിക്കണം എന്നൊരു സംഭവം വരത്തില്ല. അപ്പം ഇത് ഉറപ്പായിട്ടും അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാനുള്ള കൃത്യമായിട്ട് ഇങ്ങനൊരു സംഭവമാകുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണിത്. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ്, ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ താക്കോല് കൊടുത്തിട്ട് പോയ വ്യക്തി എങ്ങനെ ഇത് തുറന്നു എന്നൊരു കാര്യത്തിന് യാതൊരു തെളിവില്ല. ക്വാർട്ടേഴ്സിന്റെ കീ വാങ്ങിച്ചിരുന്ന വ്യക്തികൾ ആരെന്ന് അറിയത്തില്ല, ഇത് ആരെടുത്ത് കൊടുത്തെന്നറിയത്തില്ല. തുറന്നു കിടന്ന ഒരു ക്വാർട്ടേഴ്സിലേക്ക് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി, ഇതൊക്കെ ശുദ്ധ അസംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന വെറും ഒരു പരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ഉദ്യോഗസ്ഥനായിട്ടുള്ള 30,000-ൽ താഴെ മാത്രം ഈ പറയുന്ന ശമ്പളം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഈ കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അനുമതി കിട്ടിയെന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എങ്ങനെ കഴിഞ്ഞു, ഇനി ഒരു സർക്കാർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അധികാരം കിട്ടുന്നത്, അതെന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മാത്രം പ്രശാന്തൻ അറിയത്തില്ലായിരുന്നു. ഇത് കൈക്കൂലി എന്ന് പറഞ്ഞ വിജിലൻസിനെ ഏൽപ്പിക്കണമെന്നായിരുന്നു, ഇത് കൃത്യവിരുദ്ധമാണെന്നുള്ള കാര്യമൊക്കെ പ്രശാന്തനും അതിന് ഉപദേശം കൊടുത്ത പി ദിവ്യയ്ക്കും ഒക്കെ അറിയായിരുന്നു. വിജിലൻസിനെ അറിയിക്കണം, 7 ദിവസത്തിനുള്ളിൽ തന്നെ പരാതി കൊടുക്കണം എന്നൊക്കെ. പക്ഷേ ഈ പറയുന്ന സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അതെന്തോ ആവട്ടെ, താൽക്കാലികമായിട്ടായാലും ഇങ്ങനൊരു കാര്യം തുടങ്ങാൻ പാടില്ല എന്നുള്ള നിയമം മാത്രം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പി ദിവ്യയ്ക്ക് അറിവില്ലായിരുന്നു, പ്രശാന്തനും അത് അറിവില്ലായിരുന്നു. എന്നിട്ടിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയുന്ന അല്ലെ, അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അദ്ദേഹം കൈക്കൂലി ചോദിച്ചു, 1 ലക്ഷം രൂപയാണ് കൈക്കൂലി ചോദിച്ചത്. 98,500 രൂപ മാത്രമേ എനിക്ക് ഉള്ളായിരുന്നുള്ളൂ. അത് ഭാര്യയുടെ സ്വർണം തലേ ദിവസം ഞാൻ കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത് എന്ന് പറയുന്ന സമയത്ത് മാത്രം ചിന്തിച്ചാൽ പോരെ. 1 ലക്ഷം രൂപ ചോദിക്കുന്ന സമയത്ത് അത് 98,500 രൂപ മാത്രം ഭാര്യയുടെ സ്വർണം പണയം വെച്ച് കൊടുക്കേണ്ടി വരുന്ന ഗതികേടുള്ള ഒരുത്തന്
കോടിക്കണക്കിന് രൂപ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെ ലഭിക്കുന്നു എന്നൊരു കാര്യം, ഇതിൻ്റെ സോഴ്സ് എന്താണ്, അതിന് പണയം വെക്കേണ്ടി വരുന്നവൻ എങ്ങനെയാണ് ഒരു പെട്രോൾ പമ്പിൻ്റെ ബാക്കി കോടിക്കണക്കിന് രൂപകൾ കണ്ടെത്താൻ കഴിയുന്നത്? ഇതൊന്നും ചോദിക്കാനും അന്വേഷിക്കാനും ഇവിടെ യാതൊരു ആൾക്കാരുമില്ല. ഇവിടെ ഒരു നമ്മുടെ കേന്ദ്ര സർക്കാർ പോലും മിണ്ടാപ്പൂച്ചയായിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. കാരണം ഈ ഒരു കേസ് വന്ന സമയത്ത് അനധികൃതമായിട്ട് പെട്രോൾ പമ്പുകൾക്ക് NOC കൊടുക്കുന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടങ്ങുമെന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന സുരേഷ് ഗോപി അടക്കം പറഞ്ഞിട്ട് പോയൊരു കാര്യം. നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം, പെട്രോളിയം വകുപ്പിൻ്റെയാണ് അതെന്ന് പറയുന്നത്. എന്നിട്ട് പോലും എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ള കാര്യം ഇതുവരെ പിന്നെ അത് മിണ്ടാപ്പൂച്ചയായിട്ട് അല്ലെങ്കിൽ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെയോ ഉള്ള കുറേ അധികം ആൾക്കാരുകൾ ഈ പറയുന്ന അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ട്, അവർ ക്രമക്കേടുകൾ നടത്തുന്നുണ്ട്, അഴിമതികൾ നടത്തുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് മൗനം പാലിപ്പിക്കുന്നവരാക്കി മാറ്റും. അതിനെന്തൊക്കെ ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ അത്രയധികം കാര്യങ്ങൾ ചെയ്യും. അവരെ എന്തൊക്കെ എടുത്ത് അങ്ങോട്ടെറിയാൻ പറ്റുമോ ഇങ്ങോട്ടെറിയാൻ പറ്റുമോ, അവരെങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഇത് മൊത്തം ചെയ്യിക്കും. അവസാനം അതിനൊന്നും അവർ വഴിപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ അവരെ മിണ്ടാതെ ആക്കി ഈ ലോകത്ത് നിന്നേ പറഞ്ഞയക്കുന്ന ഒരു കൂട്ടം കൃത്യ വിലോപം നടത്തുന്ന ദുഷ്പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന ഏതൊക്കെയോ വലിയ വമ്പന്മാരുടെ കൊമ്പൻ സ്രാവുകളുടെ ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നവീൻ ബാബു എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സത്യസന്ധമായിട്ടുള്ള ഒരു കരിയറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും കാലം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ആ ശരികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ നീതി എന്ന് പറയുന്ന സത്യം എന്ന് പറയുന്നതിൻ്റെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ശാസ്ത്രം പോലെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലകൊമ്പത്തിരിക്കുന്ന ഏത് മുഖ്യന്മാരായിട്ടുള്ള ആൾക്കാരായാലും ഏറ്റവും പ്രധാനികളായിട്ടുള്ള ആൾക്കാരായാലും ഉറപ്പായിട്ടും ഈ പറയുന്ന എന്നെങ്കിലും ഒരിക്കൽ ഇവിടെ ഭരണം മാറും. ഒരു ഭരണകൂടം മാത്രമായിരിക്കത്തില്ലല്ലോ എപ്പോഴും ഇരിക്കുന്നത്, എപ്പോഴെങ്കിലുമൊക്കെ മാറും. പങ്കാളിത്തങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഏതൊക്കെ സിറ്റുവേഷൻസ് എങ്കിലും വരുന്ന സമയത്ത് അടിച്ചു പിരിയുക തന്നെ ചെയ്യും. കാരണം ഇവർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ അധികാരം മാത്രമാണ്, ഇവർക്കൊക്കെ വേണ്ടത് അഴിമതി നടത്തുക മാത്രമാണ്. ഒരു കൂട്ടം ആൾക്കാരുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. വിരലിലെണ്ണാവുന്ന കുറച്ച് പേര് മാത്രമായിരിക്കും ഒരുപക്ഷെ ഉള്ളത് നല്ലവരായിട്ടുള്ളത്. അവരെയൊക്കെ ഈ പറയുന്ന മിണ്ടാപ്പൂച്ചകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് മിണ്ടാനുള്ള വോയിസ് ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സത്യം ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയും ഇത് പുറത്തു വരിക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ ഈ നീതിയുടെ ഉള്ള ഒരു വശം എന്ന് പറയുന്നത് അതില്ലാതായി പോയി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ അവസാനിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുമല്ലോ. അപ്പം വെറും പുച്ഛം മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നോയ്സ് സെൻസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകുന്നതെന്ന് പറയുന്നത്. കാരണം ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ പല ആൾക്കാരും മൗനം പാലിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. കാരണം ആരൊക്കെയോ ഭയപ്പെടുവാണ്, എന്തൊക്കെയോ പേടിക്കുകയാണ്. ഇത്രയും സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തിയെ മരണത്തിന് ശേഷവും പിന്തുടർന്ന് ഇത്രയധികം ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ശക്തരായിട്ടുള്ള ബിനാമികൾ കൃത്യമായിട്ട് പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ളത്. കാരണം ആ പെട്രോൾ പമ്പുമായിട്ട് ബന്ധപ്പെട്ട കേസ് അന്വേഷണം നടത്താത്തതും പ്രശാന്തൻ്റെ പിന്നാലെ കേസുമായി ബന്ധപ്പെട്ട് പോവാത്തതും ഒരു വ്യക്തി രണ്ടൊപ്പിടുന്ന സമയത്ത് തന്നെ അതൊരു ക്രിമിനൽ ഒഫൻസായി മാറുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടികൾ കൈക്കൊള്ളാൻ പറ്റാവുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളത് വമ്പൻ സ്രാവുകളാണ്, ശക്തികളാണെന്നുള്ളത് ഏതൊരു വ്യക്തിക്കും ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സത്യങ്ങളാണ്. അപ്പം മൂടി വെക്കട്ടെ, എത്ര കാലം വേണമെങ്കിലും മൂടി വെക്കട്ടെ, മൂടിയിരിക്കട്ടെ. പക്ഷെ സത്യം ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും. അന്ന് ഇതിൻ്റെ ഇരട്ടി ഫലം ചെയ്തവന്മാരും ആ സ്ത്രീകളും അനുഭവിക്കുക തന്നെ ചെയ്യും.